പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ സ്മാക്ഡൗണിൻ്റെ ന്യൂ ഇയേഴ്സ് റെവല്യൂഷൻ എന്ന സ്പെഷ്യൽ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിലെ ട്രിപ്പിൾ ത്രെറ്റ് മത്സരത്തിന് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരമാണ് നടന്നത്. റാൻഡി ഓർട്ടൺ വേഴ്സസ് AJ സ്റ്റൈൽസ് വേഴ്സസ് LA നൈറ്റ് തമ്മിലുള്ള ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരം. ഇതിൽ വിജയിക്കുന്ന റെസ്ലറിന് റോയൽ റംബിളിൽ റോമൻ റീൻസിൻ്റെ അൺഡിസ്പ്യൂട്ടഡ് ടൈറ്റിലിനെ ചലഞ്ച് ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു സ്റ്റിപ്പുലേഷനാണ് ഉണ്ടായിരുന്നത്. മത്സരം ട്രിപ്പിൾ ത്രെറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ എൻഡ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ആകാംക്ഷയും അതുപോലെ തന്നെ വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു മാച്ച് ആയിരിക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷ തെറ്റിക്കാതെ പോലെ വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു മാച്ചോട് കൂടിയിട്ടാണ് ഈ ഒരു ട്രിപ്പിൾ ത്രെറ്റ് ആരംഭിക്കുന്നത്. തുടക്കം മുതൽ ഏകദേശം അവസാനം വരെ വളരെ എൻ്റർടൈനിങ് ആയിരുന്നു. എല്ലാ റെസ്ലേഴ്സിനും തുല്യമായിട്ടുള്ള ഒരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. LA നൈറ്റിന് വിജയിക്കാനുള്ള ഒരു അവസരം അദ്ദേഹം BFT എന്ന് പറയുന്ന ഫിനിഷർ റാൻഡി ഓർട്ടനെതിരെ ഉപയോഗിച്ച് അദ്ദേഹം വിജയിച്ചു എന്ന് തോന്നിപ്പിച്ച സമയത്ത് AJ സ്റ്റൈൽസ് റഫറിയുടെ കൈ പിടിച്ചു വെക്കുന്നതും പിന്നീട് AJ സ്റ്റൈൽസിനെ റാൻഡി ഓർട്ടൻ RK ചെയ്യുന്ന സമയത്ത് റഫറിയെ LA നൈറ്റ് കാല് പിടിച്ച് ബാക്കിലേക്ക് വലിച്ചിടുന്നതുമൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ എല്ലാവർക്കും ഒരുപോലെ വിജയിക്കാനുള്ള അവസരങ്ങൾ കിട്ടുന്നതും മറ്റുള്ളവർ വിജയിക്കാതിരിക്കാൻ വേണ്ടി അതിനെ തടയിടുന്നതുമൊക്കെ കാണാൻ സാധിച്ചു. അവസാനം റഫറി അൺകോൺഷ്യസ് ആകുന്ന ഒരു ഭാഗത്ത് റോമൻ റീൻസിൻ്റെ ബ്ലഡ് ലൈൻ ഗ്രൂപ്പിലെ സോളോ സിക്കോവ, ജിമ്മി യൂസോ തുടങ്ങിയവരൊക്കെ കയറി വരുന്നുണ്ട്. അവർ വന്ന് പിന്നീട് അങ്ങോട്ട് ഈ 3 റെസ്ലേഴ്സിനെയും ബ്രൂട്ടലായി ആക്രമിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ആ ഒരു മാച്ച് അവസാനിച്ചിട്ടില്ലെങ്കിലും റോമൻ റീൻസും സോളോ സിക്കോവയും ജിമ്മി യൂസോയും ചേർന്ന് AJ സ്റ്റൈൽസ്, റാൻഡി ഓർട്ടൺ, LA നൈറ്റ് തുടങ്ങിയവരെയൊക്കെ ആക്രമിക്കുന്നു. റോമൻ റീൻസ് AJ സ്റ്റൈൽസിനെ ആദ്യം പവർ ബോംബ് ചെയ്യുന്നു. പിന്നീട് റാൻഡി ഓർട്ടനെ സ്പിയർ ചെയ്യുന്നു. പിന്നീട് അതിനുശേഷം LA നൈറ്റിനെ സമോവൻ സ്പൈക്ക്, സ്പിയർ തുടങ്ങിയ ആ ഒരു കോമ്പിനേഷൻ മൂവോട് കൂടിയും ആക്രമിക്കുന്നു. അങ്ങനെ എല്ലാവരെയും ആക്രമിച്ച് നിൽക്കുന്ന ഒരു സമയത്തോടു കൂടി ആ ഒരു ബ്ലഡ് ലൈൻ ഗ്രൂപ്പിൻ്റെ ഒരു സെലിബ്രേഷനാണ് പിന്നീട് നമുക്ക് റിങ്ങിൽ കാണാൻ സാധിക്കുന്നത്. ആ ഒരു സമയത്ത് നിക്ക് ആൽഡിസ് പോൾ ഹേമനെ വിളിച്ച് പോൾ ഹേമൻ്റെ ചെവിയിൽ പറയുന്നുണ്ട്, റോമൻ റീൻസിന് കൺഗ്രാജുലേഷൻസ് പറഞ്ഞോളൂ, പക്ഷേ റോയൽ റംബിളിൽ ഒരു ഫേറ്റൽ ഫോർവേയിലൂടെയാണ് റോമൻ റീൻസ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നത് എന്നത്. അപ്പോൾ എല്ലാ റെസ്ലേഴ്സിനെയും അടിച്ചിട്ട് താനാണ് വലിയവൻ, തനിക്ക് എതിരാളിയില്ല എന്നുള്ളത് റോമൻ റീൻസ് സ്മാക്ഡൗണിൽ കാണിച്ചു എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ചീട്ട് അദ്ദേഹം തന്നെ കയറിയ ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. കാരണം ഒരു ഫീറ്റൽ ഫോർവേ എന്ന് പറയുമ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു റോമൻ റീൻസിനെ സംബന്ധിച്ച് അതൊരു ഡിസഡ്വാൻറ്റേജ് ആണെന്ന് എന്നുള്ളത്. എന്തായാലും റോയൽ റംബിളിൽ നടക്കാൻ പോകുന്ന ഈ ഒരു ഫീറ്റൽ ഫോർവേയെ സംബന്ധിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ ഇനി വരുന്ന വീഡിയോസിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. സ്മാക്ഡൗണിൻ്റെ മെയിൻ ഇവൻറ്റിൽ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ട്രിപ്പിൾ ത്രെറ്റ് മത്സരമാണ് കാണാൻ സാധിച്ചത്. കൃത്യമായിട്ടുള്ള ഒരു എൻഡിങ് ലഭിച്ചില്ലെങ്കിലും സ്റ്റോറി ലൈനിൽ വലിയൊരു ട്വിസ്റ്റ് നടക്കുന്നതാണ് കാണാൻ സാധിച്ചത്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.